ഹായ് കൂട്ടുകാരൻ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് നടാൻ പോവാട്ടോ. നടുന്നത് നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഞാൻ 2 ദിവസം ബീൻസ് വിളവെടുത്തിരുന്നു. വിളവെടുക്കാൻ പോയി നോക്കുമ്പോ അത് കുറേ എണ്ണം മുളച്ചു പോയി. പിന്നെ മൂപ്പെത്തി. എനിക്ക് ഉപ്പേരിക്കൊന്നും കിട്ടിയില്ലത്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇതങ്ങ് പറിച്ചിട്ട് ഞാൻ നടട്ടെ എന്നുള്ളത്. ഇതാ മുളച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാടാ. എല്ലാം മുളിച്ചു. എന്ത് ചെയ്യാതാ ഇല്ല വരെ വന്നു. അപ്പൊ ഞാനത് ഞാന് പിന്നെ സിമന്റ് ചാക്കിലും കുറച്ച് നടും കുറച്ച് നടും. അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ട്. ഇത് 2 മാസം ആകുമ്പോഴത്തേക്ക് കാളായി പൂവായി കായൊക്കെ ആവും. എന്നാ കാണാലോ. ഈ 2 ചാക്കിലാണ് നടാൻ ഉദ്ദേശിച്ചത്. ഇതൊരു ചാക്ക് 2ആക്കി മാറ്റിയതാ. നട കട്ട് ചെയ്തിട്ട് പിന്നെ അടിഭാഗം കെട്ടിയാൽ ഇത് റൗണ്ടിൽ നിൽക്കും. അപ്പം ഞാൻ ഇതിൽ പോട്ടി മിക്സൊക്കെ നറുക്കട്ടെ. കൂടുതൽ ഞാൻ നറുക്കുന്നത് കരിയില പച്ചയില ഉണ്ട്, അതുമൊക്കെ ഇടുന്നുണ്ട്. മണ്ണ് കുറച്ചേ ഇടുന്നുള്ളൂ. ഞാൻ നിറച്ചിട്ട് കാണിച്ചു തരാം, നറുക്കുന്നതും കാണിച്ചു തരാം. ഇതാ 2 ചാക്കിൽ ഞാൻ ചപ്പ് നിറച്ചു. ചപ്പ് എന്നുള്ളത് ഇത് ചോലടിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പം അതിവിടെ കെട്ടപ്പോൾ അത് അധികം അങ്ങോട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല. എന്നാലും ഇത് നിറച്ച് കുത്തി അങ്ങ് നിറച്ചു. ഇനി അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇടട്ടെ. വളക്കൂറുള്ള മണ്ണാണ്. അതിൻ്റെ മേലെ അങ്ങ് ഇട്ടാൽ വേഗം ഈ ചപ്പെല്ലാം വിഘടിച്ച് മണ്ണായി നല്ല വളമായിട്ട് മാറും. മേലൊന്ന് കുടഞ്ഞാൽ മതി. ഇനി ഞാൻ ചപ്പിടും. അങ്ങനെ ചപ്പാണ് കൂടുതലും, 90%. ഇനി ഞാൻ ഇതിൻ്റെ മേലെ വീണ്ടും ചപ്പിടട്ടെ. മണ്ണിട്ടിട്ട് വീണ്ടും ഞാൻ അതിൻ്റെ മേലെ ചപ്പിട്ട്. ചപ്പ് നല്ലൊരു വളമാണ്. പിന്നെ മണ്ണ് ഉറക്കൂല. മണ്ണ് ഉറക്കാതിരുന്നുണ്ടെങ്കിൽ വേരോട്ടം നല്ലോണം കിട്ടും. വേരോട്ടം കിട്ടിയാൽ ചെടി നന്നായിട്ട് നന്നാവും. പൂക്കളും കായൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ കൂടുതൽ കരിയിലിടുന്നതാണ് നല്ലത്. മണ്ണ് കുറച്ചിട്ടാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് മണ്ണാവും. ലാസ്റ്റ് ഇത് ഫുള്ള് മണ്ണായി നല്ല വളക്കൂറുള്ള മണ്ണായി മാറും. ഞാൻ ഇതിൻ്റെ മേലെ മണ്ണിടട്ടെ. ഇതാ മേലെ മണ്ണിട്ടങ്ങ് നിറച്ചു. എൻ്റെ മണ്ണിൻ്റെ കളറ് നോക്ക്, നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഇതിലിനി വേറെ വളം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതിലിനി ബീൻസിൻ്റെ വിത്ത് നടട്ടെ. ഇതിലൊരു 5-6 എണ്ണം പോകും ഓരോ ചാക്കിലും. നല്ല വിസ്താരമുള്ളതാ. ബീൻസ് മുളച്ച് കണ്ടില്ലേ, ചിലത് ഇല വരെ വന്നിട്ടുണ്ട്. ഇനി വേഗം ഈ മഴ പെയ്യുന്നുണ്ടല്ലോ, വേഗം ഉണ്ടാവും. ഇതാ നടട്ടെ. ഇതാ 2ലും നട്ടു. കണ്ടില്ലേ, മുളച്ചതാ നട്ടത്. എൻ്റെ മണ്ണിൻ്റെ കളറ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും എന്താ അത് ഇങ്ങനത്തെ കളറെന്ന്. ഇത് മണ്ണും കരിയില എല്ലാം കൂടെ കൊല്ലങ്ങളോളം അമർന്ന് നിന്നിട്ട് വളമായി മാറിയതാ ഇത്. മഴയൊക്കെ പെയ്തപ്പോൾ ഇതവിടെ ഞാൻ ഒന്ന് അടുപ്പിച്ച് നട്ടീണ്. ആരോഗ്യമായിട്ട് കുറച്ച് വലുപ്പത്ത് വരികയാണെങ്കിൽ പിരിച്ചു കുഴിച്ചിടാലോ. ഒക്കെ മുളച്ച് ഇല വരാൻ തുടങ്ങിയതാ. ഇത് ഞാൻ നിലത്താണ് നടുന്നത്. നമുക്കറിയാലോ നിലത്താണോ അല്ലെങ്കിൽ ചാക്കിലാണോ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത്. ഒരു പരീക്ഷണം കൂടി ആയിക്കോട്ടെ. ഇത് ഞാൻ നിലത്ത് നടട്ടെ. ഇത് 1 കറച്ച് വയ്ക്കത്താണ്ട 1 നട്ട് 2 നട്ട്. ഇതൊന്നും മുളച്ചില്ല, ചേർത്ത് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. 3 നട്ട് 4 നട്ട്. ഞാൻ ഫുള്ള് നട്ടിട്ട് കാണിച്ചു തരാം. പച്ചച്ചീരിയും ചുവന്ന ചീരിയൊക്കെ ഉണ്ട്. ഈ മഴയത്ത് നട്ട് നോക്കട്ടെ എന്ന് വിചാരിക്കുക. ഉണ്ടാവുകയാണെങ്കിലോ. ഇതൊക്കെ ഇതിന് മുമ്പ് നട്ടതാ. ഇതാ നമുക്ക് ഉഷാറായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നടട്ടെ. അങ്ങനെ ബീൻസ് മുഴുവൻ ഇവിടെ വരിയായിട്ട് അങ്ങ് നട്ടു കൊടുത്ത് അങ്ങോളം. ഈ പൊന്നാങ്കണ്ണിൻ്റെ സൈഡിൽ പൊന്നാങ്കണ്ണി അങ്ങനെ പൊന്തൂരല്ലോ, പരക്കല്ലോ ഉള്ളൂ. ഇതാ ചീര നട്ടിതെല്ലാം നട്ടു കൊടുത്തു. മഴക്കാലമായതുകൊണ്ട് നട്ടു കൊടുത്താൽ മതി. വൃത്തിയാക്കിയിടണം ചുറ്റും. ഷാളുണ്ടായിക്കോളൂ. അങ്ങോളം ചീരയാ. ഇത് എൻ്റെ 2 ആഴ്ച മുമ്പ് നട്ട
കൂർക്കൽ കണ്ടോ, ഇത് 2 ആഴ്ച മുമ്പ് നട്ടത്, ഇത് 1 ആഴ്ച മുമ്പ് നട്ടത്. ഇതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ചാക്ക് നട്ട ബീൻസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ബീൻസ് നടൽ വീഡിയോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.